ലൈംഗിക വിവാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂല മൊഴി നൽകിയ തിരുവല്ല സ്വദേശിനി ജീന സജി തോമസിന് സംഘടനയുമായി ഒരു ബന്ധവുമില്ലെന്ന് യൂത്ത് കോൺഗ്രസ്. ജീന എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിൽ അംഗത്വമുള്ള ആരും കോട്ടയം ജില്ലയിൽ ഇല്ലെന്ന് ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കറും വ്യക്തമാക്കി. കാനഡയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ജീന നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും പ്രതിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ ഉയർന്ന ലൈംഗിക പീഡന പരാതികളെന്നായിരുന്നു ജീന സജി തോമസ് ക്രൈംബ്രാഞ്ചിൽ നൽകിയ പരാതി. കഴിഞ്ഞ ദിവസം ഇവർ മൊഴിയെടുക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തുകയും നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ജീന സജി തോമസിനെ തിരഞ്ഞ് കോൺഗ്രസ് അണികൾ രംഗത്തെത്തിയത്. നിലവിൽ കാനഡയിൽ നഴ്സായി ജോലി ചെയ്യുകയാണ് ജീന. ഇവർ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയല്ലെന്ന് സംസ്ഥാന നേതൃത്വവും കോട്ടയം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കറും വ്യക്തമാക്കി. DYFI കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ജീന സജി തോമസിന്റെ പരാതിയെന്നാണ് യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗൗരിശങ്കർ DGPക്ക് പരാതി നൽകി. ഇതിനിടെയാണ് തിരുവല്ല മുത്തൂർ സ്വദേശിയായ ജീന സജി തോമസ് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്നുള്ള FIR പുറത്തുവരുന്നത്. കാനഡയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോട്ടയം സ്വദേശി ബിജോ ജോണിൽ നിന്നും സഹോദരിയിൽ നിന്നും 13 ലക്ഷത്തിലധികം രൂപ തട്ടിച്ചെന്നാണ് കേസ്. 2021 ചിങ്ങവനം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജീന സജിയുടെ വസ്തു കണ്ടുകെട്ടി. രാഹുലിനായി തട്ടിപ്പുകാരിയെ രംഗത്തിറക്കി കോൺഗ്രസ് നേതാക്കളെ തേജോവധം ചെയ്യാനാണ് ശ്രമമെന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്. രാഹുൽ ചെയ്ത തെറ്റ് അണികളെ ബോധ്യപ്പെടുത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. നേതൃത്വത്തിന് ലഭിച്ച പരാതികളും വിശ്വസനീയമായ മൊഴികളും ചൂണ്ടിക്കാട്ടിയാകും ഇനിയുള്ള പ്രതിരോധം. രാഹുലിനെതിരായ നടപടി കൂടിയാലോചിച്ചെടുത്തതാണെന്നും അതിൽ മാറ്റമുണ്ടാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം എന്തിനെന്നറിയില്ലെന്നും സതീശൻ. എന്നെ എന്തിനാ ആക്രമിക്കുന്നത്? എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ്. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്. എല്ലാവരും കൂടി. ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. അതിന്റെ മീതെ ഇനി ചർച്ചയില്ല. യുവനടി രാഹുലിനെതിരെ മൊഴി നൽകിയതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെതിരായ സൈബർ ആക്രമണം രൂക്ഷമാണ്. രാഹുൽ ഷാഫി അനുകൂല സൈബർ സംഘമാണ് സതീശനെതിരെ പ്രചാരണം കടുപ്പിച്ചത്. രാഹുലിനെ പൂട്ടാൻ നോക്കി പാർട്ടിയെ വെട്ടിലാക്കാനാണ് സതീശന്റെ ശ്രമമെന്നാണ് ആക്ഷേപം. സംഘടിത സൈബർ ആക്രമണങ്ങൾക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തെത്തി. പെണ്ണുപിടിയന്മാരെയും അഴിമതിക്കാരെയും പാർട്ടിയിൽ വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ലെന്ന് അജയ് തറയിൽ തുറന്നടിച്ചു. വെള്ളപൂശുന്നത് ഒക്കെ നടക്കട്ടെ, വെള്ളപൂശിക്കൊണ്ടിരിക്കട്ടെ, നമുക്ക് യാതൊരു പ്രത്യാശമില്ല. അത് പാർട്ടിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പാർട്ടിയുടെ പേരിൽ വെച്ചുകൊണ്ട് പാർട്ടിയുടെ കെയർ ഓഫിൽ അങ്ങനെ വേണ്ട. കോൺഗ്രസ് സംശുദ്ധമായ പാർട്ടിയാണ്. കോൺഗ്രസ് അഴിമതിക്കാരെയും പെണ്ണുപിടിയന്മാരെയും സംരക്ഷിക്കുന്ന പാർട്ടി അല്ല എന്ന കാര്യം യാതൊരു തർക്കവുമില്ല. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.